Good afternoon. Good afternoon. Good afternoon, Miss. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് റോഡ് ഗതാഗതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ എത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചോ? യെസ് ഓർ നോ? റിപ്ലൈ എന്താ പറയട്ടെ? പഠിച്ചോ പഠിച്ചില്ലയോ? വായിച്ചു നോക്കിയോ? പഠിച്ചോ? സിറപ്പി പഠിച്ചോ? വായിച്ചു. വായിച്ചു. നമുക്കൊരു എക്സാം പോലെ എടുക്കാം കേട്ടോ. ഞാൻ ചോദ്യം പറയാം, നിങ്ങൾ ഉത്തരങ്ങൾ നോട്ടിൽ എഴുതുക. ഓക്കെ, റെഡിയാണോ? മൂന്ന് പേരുള്ളൂ. 3 പേര് റെഡിയാണോ? എഴുതിക്കോളൂ കേട്ടോ. ആൻസേഴ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എഴുതാം. എന്താണ് സിദ്ധാർത്ഥ എന്തൊരു ചിരിയായത്? ചിരിക്കുന്ന ചിരി എങ്ങനെ? എഴുതുന്നില്ലേ നിങ്ങൾ ആരും? സുരഭി എഴുതുന്നുണ്ടോ? മിസ്, ഞാൻ പുറത്താണ്, വീട്ടിലേക്ക് എത്തുന്നുള്ളൂ. ക്ലാസ് ഒന്ന് കേൾക്കാന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ചു പേര് മാത്രമാണ് ഇന്ന് കയറിയേക്കുന്നത്. ക്ലാസ് ഇങ്ങനെ എടുത്തു പോയിട്ട് കാര്യമില്ല, എക്സാം എടുത്ത് വരല്ലേ. അതുകൊണ്ട് ഒന്ന് ടെസ്റ്റ് പേപ്പർ പോലെ എടുക്കാന്ന് കരുതിയിട്ടായിരുന്നു. ക്ലാസ് എടുക്കും ഞാൻ. ക്ലാസ് ഇതിന്റെ കണ്ടിന്യൂസ് എടുക്കും. അതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ടെസ്റ്റ് പേപ്പർ പോലെ എടുക്കാന്ന് കരുതിയാ. ബാക്കി ഷിജിൻ വർഗീസ്, ആര്യ, അശ്വിൻ, കെ ഇവരൊക്കെ റെഡിയാണോ? സിദ്ധാർത്ഥ് എഴുതാൻ റെഡിയാണോ? ശരി മിസ്, പറഞ്ഞോളൂ. പറയുവാണ് കേട്ടോ. ഓക്കെ. NHAI സ്ഥാപിതമായത് എന്നാണെന്ന് എഴുതുക കേട്ടോ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടോ. ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ റോഡ് ശൃംഖലയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് എഴുതാം. ഇന്ത്യയിൽ ഏറ്റവും മുന്നില് റോഡ് ശൃംഖലയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. ഏറ്റവും കുറച്ചു ദൂരം മാത്രം ദേശീയപാതയുള്ള സംസ്ഥാനം. ഏറ്റവും കുറച്ചു ദൂരം മാത്രം ദേശീയപാതയുള്ള സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ പാതകളിൽ മയിൽക്കുറ്റികളിൽ വെള്ളയിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെ? പാതകളിൽ മയിൽക്കുറ്റികളിൽ വെള്ളയിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത.
ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതകൾ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഞ്ചാബിലെ അട്ടാരിയെയും ലഡാക്കിലെ ലേയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയുടെ പേര്. പഞ്ചാബിലെ അട്ടാരിയെയും ലഡാക്കിലെ ലേയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ്? നെക്സ്റ്റ്. ഇന്ത്യയിലെ മറ്റ് ദേശീയപാതകളുമായി ബന്ധമില്ലാത്ത ദേശീയപാത. ഇന്ത്യയിലെ മറ്റ് ദേശീയപാതകളുമായി ബന്ധമില്ലാത്ത ദേശീയപാത. അടുത്തത് പാമ്പൻ പാലത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. പാമ്പൻ പാലത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. കാപ്പിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത്. കാപ്പിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം. എത്ര ക്വസ്റ്റ്യൻ ആയിപ്പോ? 13. എത്ര? 13. 13 ക്വസ്റ്റ്യൻ അല്ലേ? ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ നേട്ടമുണ്ടാക്കിയ വിള. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ നേട്ടമുണ്ടാക്കിയ വിള. നെൽകൃഷിക്ക് വേണ്ട താപനില എത്രയാണ്? നെൽകൃഷിക്ക് വേണ്ട താപനില എത്രയാണ്? ഓക്കെ. പതിനഞ്ച് ക്വസ്റ്റ്യൻ ആയി അല്ലേ? ആൻസർ ഒന്ന് പറഞ്ഞേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയുവോ? ഏതാ? 15-ാമത്തെ. നെൽകൃഷിക്ക് വേണ്ട താപനില
ടെമ്പറേച്ചർ എത്രയാണ് നെൽകൃഷിക്ക് വേണ്ട? എല്ലാരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പ് ചെയ്യാം. ഇത് നമുക്ക് ആൻസർ പറയാം. കഴിഞ്ഞു. ഓക്കെ. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? NHAI സ്ഥാപിതമായത് എന്നാ? എത്രയാ? 1988. 1988 അല്ലേ? ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ റോഡ് ശൃംഖലയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാ? മഹാരാഷ്ട്ര. 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 ഓക്കെ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കുറച്ചു ദൂരം മാത്രം ദേശീയപാതയുള്ള സംസ്ഥാനം? സിക്കിം. സിക്കിം. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, പാതകളിൽ മയിൽ കുറ്റികളിൽ വെള്ളയിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാ? നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത? NH44. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതകൾ? NH118, 548. NH118, NH548. ഓക്കെ. ദെൻ പഞ്ചാബിലെ അട്ടാരിയെയും ലഡാക്കിലെ ലേയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത? NH3. NH3. ഓക്കെ. ഇന്ത്യയിലെ മറ്റ് ദേശീയപാതകളുമായി ബന്ധമില്ലാത്ത ദേശീയപാത? NH4. NH4. ഓക്കെ, വെരി ഗുഡ്. പാമ്പൻ പാലത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? NH87. NH87. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം? ഗുജറാത്ത്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം? പരുത്തി. കാപ്പിയുടെ ജന്മദേശം? എത്യോപ്യ. ഓക്കെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം? അറബിക്ക. ഓക്കെ. ദെൻ ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ നേട്ടമുണ്ടാക്കിയ വിള? നെല്ല്. ഓക്കെ. നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാ? താപനില എത്രയാ വരിക? 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. ഓക്കെ, വെരി ഗുഡ്. 15 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 15 എണ്ണത്തിനും ആൻസർ ചെയ്തവരാരൊക്കെയാ? സുരഭി ഉണ്ട്, നൗസി ഉണ്ട് അല്ലെ? ഓക്കെ. 15 എണ്ണം. ആര്യ MK? 10 മിസ്സേ. 10. ഓക്കെ. ഷിജിൻ വർഗീസേ എത്രയാ മാർക്ക്? ദെൻ സിദ്ധാർത്ഥ് അറ്റൻഡ് ചെയ്തായിരുന്നോ എക്സാം? ഞാൻ ഇല്ലായിരുന്നു മിസ്സേ. എന്താ? ഇല്ലായിരുന്നു. ഉണ്ടായില്ല? ഇല്ല. ജയശ്രീ ഉണ്ടോ അവിടെ? അശ്വിൻ KK? അഭിജിത്ത് അനിൽ? ഗ്രീഷ്മ സജീവ്? ഇവരൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്തൊരു പോർഷനിലേക്ക് വരാം.
ഓക്കെ. ഭാരത് മാല പരിയോജന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നൗസിയ? ഭാരത് മാല പരിയോജന ഇല്ല. ഇല്ല. റോഡ് വികസനത്തിന്റെ ഭാഗമായി വന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണെന്ത്? ഭാരത് മാല പരിയോജന കേട്ടോ. ഓക്കെ. റോഡ് വികസനത്തിന്റെ ഭാഗമായി വന്ന പദ്ധതിയാണ് ഭാരത് മാല പരിയോജന. അതായത് കൂടുതൽ ഹൈവേസ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ ടണലുകൾ സ്ഥാപിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ദേശീയപാതകളിൽ കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നൊരു പദ്ധതിയുടെ പേരാണ് ഭാരത് മാല പരിയോജന. അപ്പോ ഭാരത് മാല പരിയോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാല് ദേശീയപാത എന്താ? റോഡ് വികസനമാണ് ചോദിച്ചത്. ആ, റോഡ് വികസനവുമായി, ദേശീയപാത അല്ലെങ്കിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണം എഴുതാൻ കേട്ടോ. ഓക്കെ. ഭാരത് മാല പരിയോജന റോഡ് വികസനം അല്ലെങ്കിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണെന്ത്? ഭാരത് മാല പരിയോജന. ഓക്കെ. ദെൻ അടുത്തത് നിങ്ങൾക്കറിയായിരിക്കും, ചിലപ്പോൾ അറിയാമെങ്കിൽ പറയാം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ അറിയാമോ ആർക്കെങ്കിലും? ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ ഏതാണ്? ആർക്കും അറിയില്ല. ഓക്കെ. മുംബൈ ടു പൂനെ ആണ് കേട്ടോ. മുംബൈ ടു പൂനെ എക്സ്പ്രസ് ഹൈവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ. മുംബൈ ടു പൂനെ. ഓക്കെ. മുംബൈ ടു പൂനെ അതായത് ഒരു സംസ്ഥാനത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. മുംബൈ ആയാലും പൂനെ ആയാലും മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ്. മുംബൈ ടു പൂനെ എക്സ്പ്രസ് ഹൈവേ. ദെൻ ഞാനിപ്പോ പറഞ്ഞത് ആദ്യത്തേതാണ്. എന്നാൽ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞാല് ഡൽഹി ടു മുംബൈ എക്സ്പ്രസ് ഹൈവേ ആണ് കേട്ടോ. ഡൽഹി ടു മുംബൈ എക്സ്പ്രസ് ഹൈവേ നീളം കൂടുതലാണ്. ഓക്കെ. നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ ഡൽഹി ടു മുംബൈ ആണ്. 2023 ഇതിന്റെ ഉദ്ഘാടനം നടന്നത് കേട്ടോ. ഓക്കെ. നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേയുടെ ഉദ്ഘാടനം നടന്നത് 2023 ഡൽഹി ടു മുംബൈ എക്സ്പ്രസ് ഹൈവേ. ഓക്കെ. ഇപ്പൊ മുംബൈ ടു പൂനെ എക്സ്പ്രസ് ഹൈവേയുടെ പ്രത്യേകത എന്താ? മുംബൈ ടു പൂനെ ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ. ആദ്യത്തെ. ഇനി നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ ഏതാണ്? ഡൽഹി ടു മുംബൈ. ഡൽഹി ടു മുംബൈ. ടു മുംബൈ. ഓക്കെ. അപ്പോൾ ഡൽഹി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിന്റെ ഹരിയാന ആ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഹരിയാന ആ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ദെൻ മുംബൈ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. ഓക്കെ. അപ്പൊ കുറച്ചെന്താണ് ലെങ്ത് കൂടുതലാണ് അവിടെ ഉണ്ടാവുക. ദെൻ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വീതി കൂടിയ എക്സ്പ്രസ് ഹൈവേ. ഇവിടെ വീതിയാണ് കേട്ടോ. നേരത്തെ നമ്മൾ നീളമാണ് പറഞ്ഞത്, ഇനി വീതിയാണ് വരുന്നത്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വീതി കൂടിയ എക്സ്പ്രസ് ഹൈവേ ഡൽഹി ടു മീററ്റ് ആണ്. ഓക്കെ. ഡൽഹി ടു മീററ്റ് ആണ് ഏറ്റവും വീതി കൂടിയ എക്സ്പ്രസ് ഹൈവേ. ഓക്കെ. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ചോദ്യം പറയാം കേട്ടോ. ഞാൻ നിങ്ങളോട് ഉത്തരങ്ങൾ പറയാം, നിങ്ങൾ എന്നോട് ചോദ്യങ്ങൾ പറയാം. ഡൽഹി ടു പൂനെ എന്താ പ്രത്യേകത? ഡൽഹി ടു പൂനെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ. ഡൽഹി ടു മുംബൈ ഏറ്റവും വീതി അല്ല, ഡൽഹി നീളം to കൂടിയ ഡൽഹി ടു മീററ്റ് വീതി കൂടിയ ഏറ്റവും വീതി കൂടിയ എക്സ്പ്രസ് ഹൈവേ. ഓക്കെ. അടുത്തതൊരു ടേം എന്ന് പറഞ്ഞാല് ഫാസ്റ്റ് ടാഗ്. ഫാസ്റ്റ് ടാഗ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഫാസ്റ്റ് ടാഗ് കേട്ടിട്ടുണ്ടോ? എന്താണ് ഫാസ്റ്റ് ടാഗ്? കേട്ടിട്ടുണ്ടാവില്ലേ? ഫാസ്റ്റ് ടാഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു ടോൾ കളക്ഷൻ രീതിയാണ് അല്ലെ. ടോൾ കളക്ഷൻ ആണ് ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് പിൻവലിക്കുന്ന, അതായത് ടോൾ കളക്ഷൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്ന രീതിയാണ് എന്ത്? ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് കേട്ടോ. ദേശീയപാതയുമായി ബന്ധപ്പെട്ടത് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോവില്ലേ, വാഹനങ്ങളിൽ യാത്ര ചെയ്യില്ലേ, നമ്മുടേതായ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ടോളുകൾ വരുന്ന സ്ഥലത്ത്, അതായത് പല സംസ്ഥാനങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണ്ട? ഡയറക്റ്റ് പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരില്ല. പകരം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്, അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷനും മറ്റും നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു മോട്ടോർ വാഹനം അല്ലെങ്കിൽ ഈ ഒരു
ഒരു വാഹന വകുപ്പിന് അറിയാനായിട്ട് സാധിക്കും. അതിലൂടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, അക്കൗണ്ട് ഇതില് പൈസ എന്ത് ചെയ്യാണ്, നേരിട്ട് വലിക്കുന്നതാണ് ഇത് ഫാസ്ടാഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഫാസ്ടാഗില് യൂസ് ചെയ്തിരിക്കുന്ന സാങ്കേതിക വിദ്യ, അതായത് ഡയറക്റ്റ് ആയിട്ട് ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ ഉപയോഗിച്ച് ഒരാളുടെ ഡീറ്റെയിൽസ്, അയാളുടെ അക്കൗണ്ട് നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഫാസ്ടാഗ് അതായത് ഫാസ്ടാഗ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ആണ് ഫാസ്ടാഗിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര്. ഓക്കെ, അപ്പോ ഫാസ്ടാഗ് എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ആയിട്ട് ടോൾ കളക്ഷനുള്ള രീതിയാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ദേശീയ റോഡ് സുരക്ഷാ വാരം ആയി ആചരിക്കുന്നത്. ദേശീയ റോഡ് സുരക്ഷാ വാരമായി ആചരിക്കുന്നത് ജനുവരി 11 മുതൽ 17 വരെയാണ് കേട്ടോ. ഓക്കെ, ജനുവരി 11 മുതൽ 17 വരെയാണ് ദേശീയ റോഡ് സുരക്ഷാ വാരമായിട്ട് ആരംഭിക്കുന്നത്. ജനുവരി മാസത്തിലെ 2ാമത്തെ ആഴ്ച അല്ലെ, 2ാമത്തെ ആഴ്ച എന്ന് നമുക്ക് പറയാം അല്ലെ. ആ ആഴ്ച തൊട്ടാണ് എന്ത് ചെയ്യുന്നത്, 7 ദിവസമാണ് ഈ ഒരു റോഡ് സുരക്ഷാ വാരമായിട്ട് ആചരിക്കുന്നത്. ഇനി നമ്മളിപ്പോ നമ്മുടെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിയമമാണ് മോട്ടോർ വാഹന നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയത് 1988-ലാണ്. ഓക്കെ, 1988-ന്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ. എന്താണ് 1988-ന്റെ പ്രത്യേകത? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന ആ വർഷം തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായി മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയത്. ദെൻ ഇത് നിലവിൽ വന്നത്, ഈ നിയമം പാസ്സാക്കിയത് 1988-ലാണെങ്കിലും ഈ നിയമം നിലവിൽ വന്നത് 1989-ലാണ്. നിലവിൽ വന്നത് 1989-ലാണ്. ഓക്കെ, ദെൻ മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. ഓക്കെ, അതായത് 1988-ൽ പാസ്സാക്കിയ നിയമം, 1989-ൽ നിലവിൽ വന്ന നിയമം, ആ നിയമത്തിന് ഭേദഗതി വരുത്തിയത് 2019 സെപ്റ്റംബർ 1-നാണ്. ഈ മോട്ടോർ വാഹന നിയമത്തില് ഭേദഗതി വരുത്തിയത് എന്നാന്ന് ചോദിച്ചാൽ പറയണം 2019 സെപ്റ്റംബർ 1. ഓക്കെ, ഇനി ഈ മോട്ടോർ വാഹന നിയമത്തിൽ ചില നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അതായത് റോഡുമായി ബന്ധപ്പെട്ട്, റോഡിലെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട്, വാഹനം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അങ്ങനെ കുറെ അധികം നിയമങ്ങൾ ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഇവിടെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. റോഡിലൂടെ നടക്കുമ്പോൾ ഏത് വശം ചേർന്നാണ് നമ്മൾ നടക്കേണ്ടത്? നിങ്ങൾ തന്നെ പറഞ്ഞു, ഏത് വശം ചേർന്നാണ് നടക്കേണ്ടത്? നിങ്ങളിപ്പോ റോഡിലൂടെ നടക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ ഏത് വശം ചേർന്നായിരിക്കും നടക്കുക? നിങ്ങൾ നടക്കുന്ന ആളുകളല്ലേ? എല്ലാവരും നടക്കുന്ന ആളുകളല്ലേ? വലതുവശം. വലതുവശം ചേർന്നിട്ടാണ് നമ്മൾ നടക്കേണ്ടത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. മോട്ടോർ വാഹന വകുപ്പിന്റെ വണ്ടിയൊക്കെ വരുമ്പോൾ ഇടതുവശം ചേർന്ന് നടക്കാനായിട്ട് പോകരുത് ഒരിക്കലും. പെനാൽറ്റി ഈടാക്കുവര് കേട്ടോ. അപ്പൊ വലതുവശം ചേർന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നടക്കേണ്ടത്. ഓക്കെ, ദെൻ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഏത് വശം ചേർന്നാണ് വണ്ടി ഓടിക്കുക? ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കുക, വലതുവശം ചേർന്ന് നടക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ 2 കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ആക്സിഡന്റ് ഒക്കെ എന്താണ്, കുറച്ച് കുറയും. അതായത് റോഡിലൂടെ ധാരാളം ആളുകളൊക്കെ രാവിലേക്ക് സവാരിക്ക് പോകുന്നുണ്ട് അല്ലെ, പ്രഭാത സവാരിക്കൊക്കെ പോകുന്ന ആൾക്കാർ. എക്കോ വരുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്കോ വരുന്നുണ്ടോ? ഉണ്ടോ നൗസിയ? എക്കോ വരുന്നുണ്ടോ മോളെ? ഇടയ്ക്ക് ആരോ അൺമ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി. സിദ്ധാർത്ഥാണോ? ഇടക്ക് സിദ്ധാർത്ഥയെ മ്യൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ,
അപ്പോ എന്താ പറയാ, രാവിലെയൊക്കെ നടത്തത്തിനൊക്കെ പോകുന്ന ആളുകളൊക്കെ വണ്ടി ഇടിച്ച് മരിച്ചു അങ്ങനെയൊക്കെ കേൾക്കാറില്ലേ? അതായത് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആക്സിഡന്റും മറ്റൊക്കെ എന്താണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ വണ്ടി ഓടിക്കുന്ന ആളുകളാണെങ്കിലും നടക്കുന്ന ആളുകളാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് കേട്ടോ. ഗോൾഡൻ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഗോൾഡൻ അവർ ഇത് മോട്ടോർ വാഹന നിയമത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഒരു ടൈമിനെ പറ്റി. ഓക്കെ, ഞാൻ തന്നെ പറയാം. ഗോൾഡൻ അവർ എന്ന് പറയുന്നത് സുവർണ മണിക്കൂർ എന്നാണ് അതിന്റെ മലയാളം വരിക. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് റോഡിൽ വെച്ച് ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാല് ഓക്കെ, ആ വ്യക്തി ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നതെങ്കിൽ അദ്ദേഹത്തെ 1 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ 1 മണിക്കൂറിനെയാണ് ആക്സിഡന്റ് പറ്റി ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുടേതായിട്ടുള്ള ആ ഒരു മണിക്കൂറിനെയാണ് എന്ത് പറയുന്നത്, മോട്ടോർ വാഹന നിയമത്തില് ഗോൾഡൻ അവർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ആക്സിഡന്റ് പറ്റി ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മണിക്കൂർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അതിനെന്ത് പറയാം, ഗോൾഡൻ അവർ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ടൈമും കൂടിയുണ്ട്, ഗുഡ് സം റിട്ടേൺ. ഗുഡ് സം റിട്ടേൺ. ഓക്കെ, സം റിട്ടേൺ എന്ന് പറഞ്ഞാല് SAMARITAN. ഗുഡ് സം റിട്ടേൺ. ഗുഡ് സം റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു പദം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നല്ല ആളുകൾ എന്നാണ് കേട്ടോ. അതായത് ഹെൽപ്ഫുൾ പീപ്പിളിനെയാണ് എന്ത് പറയാ, ഗുഡ് സം റിട്ടേൺ എന്ന് പറയാം. അപ്പൊ ഈ മോട്ടോർ വാഹന നിയമത്തില് ആരായിരിക്കും ഗുഡ് സം റിട്ടേൺ എന്ന് പറയാ? നിങ്ങളൊന്ന് ഗസ് ചെയ്തേ, ആരായിരിക്കും? കിടക്കുന്ന ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവര്. അതായത് ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന, അവരുടെ ജീവൻ രക്ഷിക്കുന്ന ആളുകളെയാണ് എന്ത് പറയുന്നത്, മോട്ടോർ വാഹന നിയമത്തില് ഗുഡ് സം റിട്ടേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതാരുമാകാം. അപ്പൊ ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി അയാളെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അയാളെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആരാണ്, ഗുഡ് സം റിട്ടേൺ ആണ്. ഓക്കെ, അടുത്തൊരു ടേം എന്ന് പറഞ്ഞാല് സാരഥി പരിവാഹനാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചിലപ്പോ ഈ ഒരു എന്താ പറയാ സൈറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. എന്താണ് സാരഥി പരിവാഹൻ? ആർക്കെങ്കിലും അറിയാമോ? ഷിജിൻ വർഗീസിന് അറിയാമോ? സിദ്ധാർത്ഥന് അറിയാമോ എന്താണ് സാരഥി പരിവാഹൻ എന്ന്? അറിയില്ല. ഓക്കെ, സാരഥി പരിവാഹൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വെബ് പോർട്ടലാണെന്ത്, സാരഥി പരിവാഹൻ കേട്ടോ. അതായത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താ പറയാ, നമ്മള് ഇപ്പോ അതിലൊരു ഫോം കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനോ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പുതിയ വാഹനം ഒരു സ്കൂട്ടർ വാങ്ങിയെന്ന് വിചാരിക്കാം, അതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഏത് വെബ് പോർട്ടലിലൂടെയാണ് ചെയ്യുന്നത്, സാരഥി പരിവാഹൻ എന്ന് പറയുന്ന വെബ് പോർട്ടലിലൂടെയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വെബ് പോർട്ടലാണെന്ത്, സാരഥി പരിവാഹൻ. ഓക്കെ, നിങ്ങൾ പുതിയൊരു വണ്ടി എടുക്കാനായിട്ട് പോവാണെങ്കിൽ ഷോറൂമിൽ അവര് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരിക അല്ലെ. അപ്പോ അവരെടുക്കുന്ന സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു വെബ് പോർട്ടൽ എന്ന് പറയുന്നത് സാരഥി പരിവാഹൻ എന്ന് പറയുന്ന വെബ് പോർട്ടലിലൂടെയാണ് നിങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മോട്ടോർ വാഹന നിയമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടീമുകൾ നമുക്ക് കുറച്ച് പറയാനുള്ളത്. ആദ്യം ഞാൻ എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഭാരത് മാല പരിയോജനയെ കുറിച്ച് പറഞ്ഞു, ഫാസ്ടാഗ് പറഞ്ഞു, അതുപോലെ തന്നെ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ പറഞ്ഞു, അതുപോലെ റോഡ് സുരക്ഷാ വാരം ആയി ആഘോഷിക്കുന്ന കാര്യം പറഞ്ഞു, ദെൻ മോട്ടോർ വാഹന നിയമം പാസ്സായത്, നിലവിൽ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഗോൾഡൻ അവർ പറഞ്ഞു, വണ്ടി ഓടിക്കുമ്പോഴും നടക്കുമ്പോഴും ആളുകൾ ഏത് വശത്തോടു കൂടിയാണ് പോകേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ഗുഡ് സം റിട്ടേൺ ആരാണെന്ന് കൂടി പറഞ്ഞു. ദെൻ സാരഥി പരിവാഹൻ അതും കൂടി എന്ത് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ ദേശീയ പാതകളാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയിലെ ദേശീയ പാതകളാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ദേശീയ പാതകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ടോ?
കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എല്ലാ ദേശീയപാതകളും കവർ ചെയ്ത് പോയോ നിങ്ങൾ? കിട്ടുന്നുണ്ടോ? ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ ദേശീയപാതകൾ ഇന്ത്യയിലെ? ഉണ്ടോ സുരഭി? ഉണ്ട്, കുഴപ്പമില്ല അല്ലെ? അപ്പൊ നമ്മള് ഈ കേരളത്തിലെ ദേശീയപാതകളാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നേ. കേരളത്തിലെ ദേശീയപാതകൾ എന്ന് പറഞ്ഞാല് ആകെ 11 ദേശീയപാതകളാണ് കേരളത്തിലൂടെ പോകുന്നത് കേട്ടോ. ആകെ 11 ദേശീയപാതകളാണ് കേരളത്തിലൂടെ പാസ് ചെയ്യുന്നത്. അതിനകത്ത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതായിരിക്കും? കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതായിരിക്കും? അറിയില്ല. NH66 ആണ് കേട്ടോ. NH66. ഇതിന്റെ പഴയ പേര് NH17 എന്നായിരുന്നു. NH17 എന്ന് അറിയപ്പെട്ടിരുന്ന ദേശീയപാതയാണ്. ഇപ്പോ ഇത് NH66 എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ ഏറ്റവും വലിയ ദേശീയപാത. ഓക്കെ, ഇത് ബന്ധിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെ പനവേലിനെയും തമിഴ്നാട്ടിലെ കന്യാകുമാരിയെയുമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ദേശീയപാതയാണ് നമ്മുടെ കൊച്ചു കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദേശീയപാത. NH66 അഥവാ അതിന്റെ പഴയ പേര് NH17 എന്നായിരുന്നു. മഹാരാഷ്ട്രയിലെ പനവേലിനെയും തമിഴ്നാട്ടിലെ കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് NH66. ഇത് കേരളത്തിലൂടെ കടന്നു പോകുന്നതില് വലിയ ദേശീയപാതയാണ്. എന്നാൽ ഇത് കേരളത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നല്ലോ, കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് അപ്പൊ ഇത് ബന്ധിപ്പിക്കുക? എവിടെ തുടങ്ങിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക? ഏറ്റവും നീളം കൂടിയതാണെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ ഏറ്റവും നീളം കൂടിയതാണ്. അപ്പൊ കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളിലെ ആയിരിക്കും ഇത് ബന്ധിപ്പിക്കുക? ഈ ഒരു ദേശീയപാത കടന്നു പോകുന്നത് എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും കേരളത്തിൽ? എവിടെയാണ് ഷിജിൻ വർഗീസേ? തിരുവനന്തപുരം തൊട്ട്. എന്താ? തിരുവനന്തപുരം തൊട്ട്. കേൾക്കുന്നില്ല, ക്ലിയർ അല്ല. തിരുവനന്തപുരം തൊട്ട്. തിരുവനന്തപുരം തൊട്ടാണ്. ശരിയാണ്, തിരുവനന്തപുരം. പിന്നെ നൗസിയ അറിയാമോ മോളെ? തിരുവനന്തപുരം തൊട്ട് അറിയത്തില്ല. അറിയില്ല. ഇല്ല. ഓക്കെ, അതായത് നമ്മുടെ കേരളത്തിലെ വടക്കേറ്റത്തെ ജില്ല എന്ന് പറയുന്നത് ഏതാ? വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ്. കാസർഗോഡ് അല്ലെ? നമ്മുടെ തെക്കേറ്റത്തെ ജില്ലയോ? തിരുവനന്തപുരം. അപ്പൊ കാസർഗോഡിനെയും അതായത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയാണ് ഈ ഒരു ദേശീയപാത. അതായത് ഏറ്റവും നീളം കൂടി നടന്നുകൊണ്ട് എല്ലാ ജില്ലകളെയും എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ വടക്കേറ്റം തുടങ്ങി തെക്കേറ്റം വരെ ഈ ഒരു ദേശീയപാത സഞ്ചരിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് സ്ഥലം പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ വടക്കേ അറ്റത്തെ ഗ്രാമമായ തലപ്പാടിയെയും തിരുവനന്തപുരം ജില്ലയിലെ തെക്കേ അറ്റത്തെ ഗ്രാമമായ കളിയിക്കാവിളയെയും തമ്മില് ബന്ധിപ്പിക്കുന്നതാണെന്ത്? NH66. പിടികിട്ടിയോ? മനസ്സിലായോ? NH66 എന്ന് പറയുന്നത് എന്തിനെ തമ്മിലാ ബന്ധിപ്പിക്കുന്നത്? ഇന്ത്യയിലെ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാ ബന്ധിപ്പിക്കുന്നത് 66? ഞാൻ പറഞ്ഞു, ഏതായിരുന്നു? ഇന്ത്യയിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാ? പനവേല് തുടങ്ങി കന്യാകുമാരി വരെ അല്ലെ? അപ്പൊ ഇത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നേ? തലപ്പാടിയെയും കളിയിക്കാവിളയെയും ബന്ധിപ്പിക്കുന്നു. അതാണ് എന്ത്? പിന്നെ NH66 മറക്കരുത് കേട്ടോ. ഓക്കെ, 11 ദേശീയപാതകൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന 11 ദേശീയപാതകളിൽ ഏറ്റവും വലിയ ദേശീയപാത നീളം കൂടിയതെന്ന് പറയുന്നത് NH66 ആണ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ വലുത് പഠിച്ചല്ലേ? അപ്പൊ നമ്മൾ ഇനി അടുത്തത് പഠിക്കണം, ചെറുത് പഠിക്കാം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ചെറിയ ദേശീയപാത. ഓക്കെ, ഏറ്റവും ചെറിയ ദേശീയപാത. ഓക്കെ, 966B കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 966B കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട് അല്ലെ? കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ചെറിയ ദേശീയപാതയാണ് 966B. ഇത് ബന്ധിപ്പിക്കുന്നത് കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടൺ ദ്വീപിനെയുമാണ് കേട്ടോ. എറണാകുളമാണ്
കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടൺ ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? കുണ്ടന്നൂര് എറണാകുളം തന്നെയാണ് കേട്ടോ. കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടൺ ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതാണെന്ത് NH966B, അതായത് 966B എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ചെറിയ ദേശീയപാതയാണിത്. ഒരു 966B എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ വലുത് നമ്മൾ പഠിച്ചു, ദെൻ ചെറുതും പഠിച്ചു. വലുതെന്ന് പറയുന്നത് 66 ആണ്, ചെറുതെന്ന് പറഞ്ഞാൽ 966B ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു ദേശീയപാത എന്ന് പറഞ്ഞാല് NH85 കേട്ടിട്ടുണ്ടോ നമ്മള്? NH85 എന്തിനെ ഏതുമായിട്ടാ ബന്ധിപ്പിക്കുന്നത്? NH85 കേട്ടിട്ടില്ല? NH85 കേട്ടോ. NH85 അതായത് കൊച്ചിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു. കൊച്ചിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണത് NH85 എന്ന് പറയുന്നത് കേട്ടോ. ഇത് കൊച്ചിയിൽ നിന്ന് നേരെ, അതായത് നമ്മുടെ കൊച്ചി, എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ നിന്ന് ആ ഒരു സ്ഥലം, അതായത് എറണാകുളം കവർ ചെയ്തിട്ട് പിന്നെ ഇടുക്കിയിലോട്ട് ചെന്ന് ഇടുക്കി വഴി എങ്ങോട്ട് പോകുന്നു? മധുരയിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോ കൊച്ചിയെയും അതുപോലെ തന്നെ മധുര, തമിഴ്നാട്ടിലെ മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് NH85. ക്ലിയർ ആണോ? ക്ലിയർ ആയി. NH66 പറഞ്ഞു നമ്മള്, ദെൻ NH966B പറഞ്ഞു, ദെൻ ഇപ്പൊ പറഞ്ഞത് NH85. ഇനി അടുത്തത് NH183. NH183. NH183ന്റെ പ്രത്യേകത കൊല്ലത്തെ കൊട്ടാരക്കരയെയും തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിനെയും തമ്മില് ബന്ധിപ്പിക്കുന്ന ദേശീയപാത. ഓക്കെ, അപ്പൊ കൊട്ടാരക്കര, അതായത് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരക്കരയെയും തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിനെയും തമ്മില് ബന്ധിപ്പിക്കുന്നു. NH183. ഓക്കെ, 183. ഓക്കെ, 183. ഓക്കെ, കൊല്ലം ടു ഡിണ്ടിഗൽ അല്ലെങ്കിൽ കൊട്ടാരക്കര ടു ഡിണ്ടിഗൽ. എങ്ങനെയാണ് പോകുന്നത്? കൊല്ലത്ത് നിന്ന് നേരെ കോട്ടയത്തിലോട്ട് പോകുന്നു. ഓക്കെ, അവിടെ നിന്ന് മുണ്ടക്കയം വഴി ഇടുക്കിയിലെ പീരുമേട് വഴി എവിടെ ചെല്ലുന്നു? തമിഴ്നാട്ടിലെ ഡിണ്ടിഗലില് എത്തുന്നു. ഓക്കെ, സ്ഥലം ഒന്ന്, ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പെട്ടെന്ന് അതൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അത് ഞാൻ NH85 എന്തായിരുന്നു പറഞ്ഞേ? NH85 എന്ന് പറഞ്ഞു. കൊച്ചി മധുര. എങ്ങനെയാണ് ഇത് പാസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് എങ്ങനെയാ പാസ് ചെയ്ത് പോകുന്നത്? എങ്ങനെയാ? കൊച്ചിന്ന് ഇടുക്കി വഴി മധുരയ്ക്ക് പോകും. കൊച്ചി, എറണാകുളം, ഇടുക്കി വഴി എന്ത് ചെയ്യുന്നു? മധുരയിലേക്ക് പോകുന്നു അല്ലെ? NH183 ഏതായിരുന്നു? 183 കൊല്ലത്തെ കൊട്ടാരക്കര മുതൽ നാട്ടിലെ ഡിണ്ടിഗൽ വരെ. എങ്ങനെയാ പോകുന്നത് ദേശീയപാത? കൊല്ലം, കോട്ടയം, പീരുമേട്. കൊല്ലം, കോട്ടയം, മുണ്ടക്കയം, പീരുമേട്. മുണ്ടക്കയം കോട്ടയം തന്നെയാണ് കേട്ടോ. നമ്മുടെ 2018 പ്രളയം ഉണ്ടാക്കിയ ഒരു, എന്താ പറയാ, ഭയങ്കരമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് കോട്ടയം, മുണ്ടക്കയം. വയനാട്ടിലൊരു മുണ്ടക്കൈ ഉണ്ട്, അതല്ല, ഇത് മുണ്ടക്കയം കോട്ടയമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മുണ്ടക്കയം പിന്നെ പീരുമേട് വഴിയാണ് ഡിണ്ടിഗലിലേക്ക് പോകുന്നത്. ഓക്കെ, അടുത്തത് NH183A. നമ്മള് നേരത്തെ പറഞ്ഞത് 153, വെറും 153 ഉണ്ടായുള്ളൂ. ഇനി അടുത്തത് NH183A. ഇത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിനെയും കോട്ടയത്തെ മുണ്ടക്കയത്തെയും ബന്ധിപ്പിക്കുന്നു. ഓക്കെ, കൊല്ലത്തെ ഭരണിക്കാവിനെയും കോട്ടയത്തെ മുണ്ടക്കയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. എന്ത്? NH183A. ഓക്കെ, കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിനെയും കോട്ടയത്തെ മുണ്ടക്കയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അതാണ് NH183A. ദെൻ അടുത്തത് NH544 കേട്ടോ. NH544 എന്ന് പറഞ്ഞാല് എറണാകുളത്തെയും സേലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു.
ഓക്കെ, എറണാകുളത്തെയും എറണാകുളം ജില്ലയെയും അതുപോലെ തന്നെ സേലം തമിഴ്നാട്ടിലെ സേലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ത് NH544. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടം വരെ പറയുന്നുള്ളൂ. ഇപ്പോ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, കിട്ടുന്നുണ്ടോന്ന് അറിയണമല്ലോ, എന്നിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോയാൽ മതിയില്ലേ. ഞാൻ പറയുന്ന ആളുകൾ പറയാ. NH66 ഷിജിൻ വർഗീസെ, NH66 ഏതിനെ തമ്മിലാ ബന്ധിപ്പിക്കുന്നത്? NH66 ഷിജിൻ വർഗീസ്. സുരഭി, NH66 ഏതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? പനവേൽ കന്യാകുമാരി. കേരളത്തിലെ സ്ഥലങ്ങളാണെങ്കിലോ? തലപ്പാടി കളിയിക്കാവിള. ഓക്കെ, NH85 ഷിജിൻ വർഗീസ് പറഞ്ഞ NH85 എന്താ? NH85 നമ്മളെ പറയൂ. മധുര. കൊച്ചി മധുര. ഓക്കെ, NH183 ഏതാണ്? 183 എന്തിനെ തമ്മിലാ ബന്ധിപ്പിക്കുന്നത്? നൗസി പറഞ്ഞാൽ മതി. കൊല്ലത്തെ കൊട്ടാരക്കരയും തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ. ഓക്കെ. ഇനി സുരഭി, NH183A കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിനെയും കോട്ടയത്തെ മുണ്ടക്കയത്തെയും ബന്ധിപ്പിക്കുന്നു. ഓക്കെ. അടുത്തത് NH544 ആരാ പറയാ? NH544 എറണാകുളവും സേലവും. എറണാകുളത്തെയും സേലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ഇനി നമുക്കൊരു തുരങ്കം പഠിക്കാനുണ്ട്. നിങ്ങൾ വാർത്തകളൊക്കെ കേട്ടിട്ടുള്ള ഒരു തുരങ്കമാണ്. അത് ബന്ധിപ്പിക്കുന്നത് കൊച്ചിയെയും തൃശ്ശൂരിനെയുമാണ്. ഏതാണ് ആ തുരങ്കം? കുതിരാൻ തുരങ്കം കേട്ടോ. കൊച്ചിയെയും തൃശ്ശൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കം ഏതാണെന്ന് ചോദിച്ചാല് അത് കുതിരാൻ. ഓക്കെ, അടുത്തത് NH744. നമ്മളിപ്പോ പറഞ്ഞത് 544 ആയിരുന്നു, എറണാകുളം ടു സേലം. ഇനിയുള്ളത് 744 അത് കൊല്ലത്തെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു. കൊല്ലത്തെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ്? കൊല്ലം ടു മധുര 744 കേട്ടോ. അതായത് കൊല്ലത്തെ പുനലൂര് വഴി ആര്യങ്കാവ് ചുരം വഴി ചെങ്കോട്ടയിലെത്തി തെങ്കാശിയിലൂടെ മധുരയിൽ എത്തുന്നു. ഓക്കെ, അതായത് ഇപ്പോ കൊല്ലം ടു മധുര അല്ലെങ്കിൽ പുനലൂർ ടു മധുര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ദേശീയപാത എന്ന് പറയുന്നത് 744. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. കൊല്ലത്തെ പുനലൂര് വഴി ആര്യങ്കാവ് ചുരം കയറിയിട്ട് ചെങ്കോട്ട വഴി തെങ്കാശിയിലെത്തി പിന്നീട് മധുരയിലേക്ക് പോകുന്നു. ആ ഒരു ദേശീയപാതയാണ് NH744. ഓക്കെ, നെക്സ്റ്റ് വൺ NH766 കേട്ടോ. NH766 കോഴിക്കോടിനെയും കർണാടകയിലെ കൊല്ലകലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത. 766 കോഴിക്കോടിനെയും കർണാടകയിലെ കൊല്ലകലിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് കേട്ടോ. താമരശ്ശേരി ചുരം വഴിയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. ഓക്കെ, കോഴിക്കോട് ടു കൊല്ലകൽ 766. ഓക്കെ, അടുത്തത് പറഞ്ഞോട്ടെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ 966 ആണ് കേട്ടോ. നമ്മൾ 966 ബി ആണല്ലേ പഠിച്ചത്. 966 ബി എന്തായിരുന്നു? വെല്ലിംഗ്ടൺ ദ്വീപ് അല്ലെ. ഇനിയുള്ളത് 900, അതായത് 966, വെറും 966 കേട്ടോ. അത് ഫറോക്കിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കും. ഫറോക്ക് ടു പാലക്കാട്. കോഴിക്കോട് ജില്ലയിലാണ് ഫറോക്ക് എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യുന്നു? പാലക്കാടുമായിട്ട് കണക്ട് ചെയ്യും. ആ ഒരു ദേശീയപാതയാണ് 966. ഓക്കെ, അടുത്തത് 966 എ ആണ്. അപ്പൊ നമ്മൾ 966 ബി ആദ്യം പഠിച്ചു. ദാറ്റ് ഈസ് കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ ദ്വീപ്.
പിന്നെ നമ്മൾ 966 ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു, ഫറോക്ക് ടു പാലക്കാട്. ഇനിയുള്ളത് 966 A ആണ്. അത് കുണ്ടന്നൂരിനെയും വല്ലാർപാടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കുണ്ടന്നൂർ ടു വല്ലാർപാടം ദേശീയപാത കേട്ടോ. എറണാകുളത്ത് തന്നെയാണ് കുണ്ടന്നൂർ ടു വല്ലാർപാടം. ഓക്കെ, 966 A. രണ്ടിലും എന്ത് വരുന്നുണ്ട്? 966 A-യിലും 966 B-യിലും കുണ്ടന്നൂര് വരുന്നുണ്ട്. 966 A-യിലാണെങ്കിൽ അത് വല്ലാർപാടമാണ്, കുണ്ടന്നൂർ വല്ലാർപാടം. 966 B ആണെങ്കിൽ കുണ്ടന്നൂർ ദ്വീപാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? പൊതുമരാമത്ത് മന്ത്രി ആരാ? നമ്മുടെ കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി. പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഷിജിൻ വർഗീസ്. ആരാണ് പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്നത്? MP രാജേഷ്. ആരാണ്? ആ, മുഹമ്മദ് റിയാസ് ആണ് കേട്ടോ. മുഹമ്മദ് റിയാസ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ, അതായത് മോട്ടോർ വാഹന നിയമപ്രകാരം ചില നിയമങ്ങളുണ്ട് നമ്മുടെ റോട്ടില്, അതായത് നമ്മുടെ റോഡുകളിൽ നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന രീതി, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് വേഗപരിധി, അതായത് വാഹനങ്ങളുടെ വേഗപരിധി എത്രയാക്കണം എന്നുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് 2023 ജനുവരി 1 ഒരു നിയമം വരികയുണ്ടായി. അതനുസരിച്ച് ചില വാഹനങ്ങളുടെ സ്പീഡാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതായത് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഇരുചക്ര വാഹനങ്ങളുടെയാണ് കേട്ടോ. ഇരുചക്ര വാഹനങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത് ദേശീയപാതകളില് 60 km/h ആയിരിക്കണം. ഓക്കെ, 1 മണിക്കൂറിൽ 60 km സ്പീഡാണ് പാടുള്ളൂ. ഓക്കെ, ഇതാണ് കേട്ടോ നിയമ പ്രകാരം പറയുന്നതാണ് സ്പീഡ്. ഇരുചക്ര വാഹനങ്ങളില് 60 km/h. ദേശീയപാതകളിലാണ് ഈ സ്പീഡ് പറയുന്നത് കേട്ടോ. ഇനി നഗരങ്ങളില് അല്ലെങ്കിൽ നഗരപാതകളിലൊക്കെ ആണെങ്കിൽ 50 km/h ആണ് പറയുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് കേട്ടോ. 50 km/h. ഓക്കെ, രണ്ടും നോട്ട് ചെയ്തോ? ഇനി അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇരുചക്ര വാഹനങ്ങളുടെയാണ്. ഇനി നമുക്ക് മുച്ചക്ര വാഹനങ്ങൾ, അതായത് ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങള്, അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകള്, ഇതിന്റെയൊക്കെ സ്പീഡ് ഒന്ന് നോക്കാം. 50 km/h ആണ് കേട്ടോ. 50 km/h ആണ് ദേശീയപാതകളില് മുച്ചക്ര വാഹനങ്ങളുടെയും അതുപോലെ തന്നെ സ്കൂൾ ബസ് വാനുകളുടെയൊക്കെ സ്പീഡ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് 9 സീറ്റിന് താഴെയുള്ള വാഹനങ്ങള്. 9 സീറ്റിന് താഴെയുള്ള വാഹനങ്ങൾക്ക് പറയുമ്പോൾ നമ്മുടെ കാറ് പോലുള്ള അല്ലെങ്കിൽ പറയാം അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെയാണ് എന്ത് പറയുക 9 സീറ്റിന് താഴെ. 9 സീറ്റിന് താഴെയാണോ ആ വാഹനങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്, സ്പീഡ് പരിധിയുണ്ട്. അത് 6 വരി പാതയിലാണെങ്കിൽ, അത് 6 വരി ദേശീയപാതയിലാണെങ്കിൽ ആ വാഹനം സഞ്ചരിക്കുന്നതെങ്കിൽ 110 km/h ആണ് വരിക. ഓക്കെ, 6 വരിയിലാണെങ്കിൽ 110 km/h വരുന്നു. ദെൻ 4 വരിയിലാണെങ്കിൽ 100 km/h ആണ് വരിക. ഓക്കെ, 9 സീറ്റിന് താഴെയാണെങ്കിൽ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത് കേട്ടോ. 6 വരിയിലാണെങ്കിൽ 110 km/h, 4 വരിയിലാണെങ്കിൽ 100 km/h. ഇനി മറ്റ് ദേശീയപാത, അതായത് നമ്മുടെ സംസ്ഥാന പാതകളൊക്കെ ഉണ്ടല്ലോ, MC റോഡ് പോലുള്ള. MC റോഡ് നമ്മുടെ ആദ്യത്തെ സംസ്ഥാന പാത എന്ന് പറയുന്നത് MC റോഡ്, അതായത് കേശവദാസപുരം മുതൽ അങ്കമാലി വരെ ബന്ധിപ്പിക്കുന്നതാണത് സ്റ്റേറ്റ് ഹൈവേ 1 എന്ന് പറയുന്നത്. അവിടെയൊക്കെയാണ് 9 സീറ്റിൽ താഴെയുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ വാഹനങ്ങൾക്ക് 90 km/h ആണ് പാടുള്ളൂ. ഓക്കെ, 90 km/h. ഓക്കെ, ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് സ്പീഡായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഒരു ഇതാണ് കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിലെ ആദ്യത്തെ മാതൃകാ സുരക്ഷാ ഇടനാഴി വരുന്നത് എവിടെയാണ്? നമ്മുടെ ലോക ബാങ്ക് ഉണ്ടല്ലോ, അതിന്റെ ഫിനാൻഷ്യൽ സഹായത്തോടു കൂടി കേരളത്തിലെ തന്നെ ആദ്യത്തെ മാതൃകാ സുരക്ഷാ ഇടനാഴി വരുന്നത്
കഴക്കൂട്ടം മുതൽ, അതായത് തിരുവനന്തപുരം അല്ലെ, കഴക്കൂട്ടം മുതൽ അടൂര് വരെയാണ് കേട്ടോ. ഓക്കെ, തിരുവനന്തപുരത്തെ കഴക്കൂട്ടം മുതൽ പത്തനംതിട്ട ജില്ലയിലെ അടൂര് വരെയാണ് എന്ത് വരുന്നേ, ആദ്യത്തെ മാതൃകാ സുരക്ഷാ ഇടനാഴി വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒന്നാണ്, ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണ്? റബ്ബറൈസ്ഡ് റോഡ് ഏതാണ് അറിയാമോ? ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് അറിയില്ല. കോട്ടയം കുമളി കേട്ടോ, കോട്ടയം കുമളിയാണെന്ത് റബ്ബറൈസ്ഡ് റോഡ്. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ആദ്യ സംസ്ഥാന പാത ഏതാണ്? സംസ്ഥാന പാത ഏതാ? NH1 അല്ല SH1. SH1 അല്ലേ? എന്തിനെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? MC റോഡ് എന്നറിയപ്പെടും കേട്ടോ, MC റോഡ്. അതായത് തിരുവനന്തപുരത്തെ കേശവദാസപുരം മുതൽ എറണാകുളം ജില്ലയിലെ അങ്കമാലി വരെയാണെന്ത് MC റോഡ് കേട്ടോ. MC റോഡ് എന്ന് പറയുന്നത് എന്താണ്? തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരം മുതൽ എറണാകുളം ജില്ലയിലെ അങ്കമാലി വരെ. നിങ്ങൾ ചില പരസ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ. അപ്പൊ അതിന്റെ താഴെയായിട്ട് MC റോഡ് എന്നും പറഞ്ഞ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അതായത് ആ ഒരു ടെക്സ്റ്റൈൽസ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സംസ്ഥാന പാതയിലാണെന്നാണ് അർത്ഥം കേട്ടോ അതിന്റെ. അപ്പോ കേശവദാസപുരം മുതൽ അങ്കമാലി വരെയാണ് ഈ ഒരു സ്റ്റേറ്റ് ഹൈവേ 1 അഥവാ MC റോഡ് കിടക്കുന്നത്. ഓക്കെ, ദെൻ കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം, കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലമാണ് കരമന പാലം. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം കരമന പാലമാണ്. ആദ്യ ഗതാഗത വകുപ്പ് മന്ത്രി TV തോമസ് ആണ്. ഓക്കെ, ആദ്യത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? TV തോമസ് ആണ്. കോൺക്രീറ്റ് പാലം കരമന പാലമാണ്. ഓക്കെ, KSRTC സ്ഥാപിതമായ വർഷം എന്നാണ്? KSRTC സ്ഥാപിതമായത് 1965 അല്ലെ? ഓക്കെ, ഇനി റോഡ് സുരക്ഷാ പാഠ്യപദ്ധതിയിൽ, അതായത് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ് അല്ലെ? ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഒറ്റത്തൂൺ മേൽപ്പാലം വരുന്നത് എവിടെ? കൊച്ചി അല്ല, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഒറ്റത്തൂൺ മേൽപ്പാലം, ഇതൊരു കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഒറ്റത്തൂൺ മേൽപ്പാലം വരുന്നത് തിരുവനന്തപുരം, കാസർഗോഡ് കേട്ടോ, കാസർഗോഡ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഒറ്റത്തൂൺ മേൽപ്പാലം വരുന്നത് കാസർഗോഡാണ്. ദെൻ എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. ഓക്കെ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം എത്രയാണ്? 11. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല ഏതാ? എറണാകുളം. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന എറണാകുളത്തൂടെയാണ് കേട്ടോ. ഇനി ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു വയനാട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. ഭാരത്മാല പരിയോജന തുടങ്ങി നമ്മള് കേരളത്തിലെ ദേശീയപാതകളിലൂടെ സഞ്ചരിച്ചു അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതി കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാ, പഠിക്കാം. നോട്ടൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നില്ലേ? നോട്ട് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട് ടീച്ചറെ. ഞാൻ ഡയറക്റ്റ് ഗ്രൂപ്പിലിട്ട് തരുന്നുണ്ട്, നൗസിയ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. എന്താണ്? നൗസിയ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഞാൻ അതിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ നോട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഓക്കെ മിസ്. ഇപ്പൊ താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. മിസ്സിന്റെ ക്ലാസ് ശരിക്കും എപ്പോഴാണ്? ഏത്
ശനിയാഴ്ചയാണോ വെള്ളിയാഴ്ചയാണ്. ഇന്നലെ എനിക്ക് വരാൻ കുറച്ച് സൗകര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്നത്തേക്ക് വെച്ചത് കേട്ടോ. വെള്ളിയാഴ്ച തന്നെയായിരിക്കും. വെള്ളിയാഴ്ച ഇല്ലെങ്കിൽ തന്നെ ചിലപ്പോ ശനിയാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു ദിവസം ഞാൻ പകരം കയറുന്നതാണ്. ക്ലാസ് ഒരിക്കലും മിസ്സാവില്ല നമുക്ക് കേട്ടോ. ഏതെങ്കിലും ഒരു ടീച്ചറുടെ പകരം കയറുന്നതാണ്. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു.